നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലമ്മേ. മുകുന്ദനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് മനസ്സിലായോ മോളെ? പോലീസിന്റെ കയ്യിൽ അവരെ കിട്ടിയ വെറുതെ വിടരുത്. അത് അമ്മേ. എന്താ മോളെ? മുകുന്ദനെ കൊല്ലാൻ ആളുകളെ വിട്ടത് ഗോപാൽജിയാ. എന്നിട്ട് നീ അയാളെ വെറുതെ വിട്ടോടാ? അയാളുടെ മുട്ടുകാലി തല്ലി ഓടിക്കണ്ടേ? ആ ഉദ്ദേശത്തോടെ ഇന്നലെ രാത്രി തന്നെ അയാളെ കാണാൻ ഞാൻ പോയിരുന്നു. അയാളെ തല്ലാൻ ചെന്ന് എന്നെ തടുത്തത് സ്വപ്നയാ. അവളാണ് മുകുന്ദനെ കൊല്ലാൻ ഗുണ്ടകളെ അയച്ചതെന്ന് സ്വപ്ന തന്നെ പറഞ്ഞു. നീ ഗോപാൽജിയെ തല്ലാതിരിക്കാൻ വേണ്ടി അവള് വെറുതെ പറഞ്ഞതായിരിക്കും. അല്ലമ്മേ, സ്വപ്ന തന്നെയാ ഗുണ്ടകളെ അയച്ചത്. ഭർത്താവിനെ ജയിലിലേക്ക് അയച്ച ജഡ്ജിനോട് ഭാര്യയ്ക്ക് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികം. പക്ഷെ അതിനയാളെ കൊല്ലാൻ ശ്രമിക്കുന്നത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ചെയ്തു പോയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അവൾക്ക് ഇനിയും തോന്നിയിട്ടില്ല. സ്വന്തം ലക്ഷ്യം കാണാൻ ഒരാളെ കൊല്ലാൻ പോലും അവൾക്ക് മടിയില്ല. നമ്മൾ അവളെ വളർത്തിയതിൽ എന്ത് കുറവാണമ്മേ വരുത്തിയത്? അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ സ്വപ്നം ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു. എനിക്ക് എവിടെയാ തെറ്റുപറ്റിയത്? നിനക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. സ്വപ്നയ്ക്ക് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നീ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നീ അവൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം അവളുടെ ഭർത്താവിന്റെ സ്വത്ത് കണ്ടപ്പോ അവള് മറന്നു. ഇതിനെല്ലാത്തിനും അവള് ദൈവത്തിനോട് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ദിവസം വൈകാതെ വരും. വേണ്ടമ്മേ, മനസ്സുകൊണ്ട് പോലും അമ്മ അവൾക്ക് എന്തെങ്കിലും മോശം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കരുത്.